യെസ്, അപ്പോ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. ഇന്ന് മോർണിംഗ് വാക്ക് നമ്മൾ പാലക്കാടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഗുഡ് ഈവനിങ് തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് എത്തി. പാലക്കാടായിരുന്നു, ലഞ്ച് കൊച്ചിയിലായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. അപ്പം ഞങ്ങളുടെ ശബ്ദമൊക്കെ പോയിരിക്കുകയാണ്. പാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയാം. ശബ്ദം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പാടിയതാണ്. അതെ, പ്രേക്ഷകർക്ക് അറിയാം. നമ്മൾ ഇന്നലെ കൽപ്പാത്തിയിലായിരുന്നു. അവിടെ കൽപ്പാത്തി രഥോത്സവം റിപ്പോർട്ടിംഗിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്പോയിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ തിരിച്ച് മോർണിംഗ് വാക്കിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പം വോയിസ് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ പ്രേക്ഷകർ പൊറുക്കും എന്ന് വിശ്വസിക്കാം. അപ്പൊ നിങ്ങളുടെ അനുവാദത്തോടെ, നമ്മൾ ആ ഒരു ക്ഷമാപണത്തോടെ, അനുവാദത്തോടെ നമ്മൾ തുടങ്ങുന്നു. ഗുഡ് ഈവനിങ്. അതെ, ഗുഡ് ഈവനിങ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. വെൽക്കം. അപ്പോൾ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇത് നമ്മുടെ ഷോയാണ്. പ്രേക്ഷകർക്കും നേരിട്ട് ഷോയുടെ ഭാഗമാകാം. അതിലുള്ള ഓപ്ഷൻ ഇതാ നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരുന്നു. ഈ QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും അടുത്ത 1 മണിക്കൂർ നേരം 5 മണി വരെ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ഒരു വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നേരെ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. നിങ്ങളുടെ വിശേഷങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം നേരിട്ട് നമ്മുടെ സ്ക്രീനിലെത്തി പറയാനുള്ള അവസരമാണിത്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചു തുടങ്ങുക. ഇനി ഇപ്പോൾ സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നോ പ്രോബ്ലം, നേരെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് പോവുക. FB, ഇൻസ്റ്റാ പേജുകളിൽ ഇതേ കോഡ് നമ്മൾ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് 24-ന്റെ ഒഫീഷ്യൽ പേജിൽ. അപ്പോൾ അത് സ്കാൻ ചെയ്ത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പം നമ്മുടെ പരിപാടികളിലേക്ക് കടന്നാലോ? അതെ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് അല്ലേ? കോഴിക്കോട് നിന്നാണ് വാർത്ത വരുന്നത്. ചേവായൂരിൽ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ സംഘർഷം. കോൺഗ്രസ് പ്രവർത്തകരും വിമതരും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. CPIM പിന്തുണയുള്ളവരാണ് വിമത വിഭാഗം. കള്ളവോട്ട് ആരോപണവുമായി കോൺഗ്രസും CPIM-ഉം തമ്മിൽ ഇപ്പോഴും ആ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഒടുവിൽ പുറത്തുവന്ന വിവരങ്ങളുമായി രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. രാഹുൽ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്, പക്ഷെ തർക്കം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നിലവിലെ ഈ തർക്കത്തിനുള്ള ഒരു കാരണം? അതിൽ ഒരു പരിഹാരം ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്? അതിൽ എന്തെങ്കിലും ഇടപെടൽ ആരുടെങ്കിലും ഭാഗത്തുണ്ടാവുന്നുണ്ടോ? പ്രജൻ, പ്രവിത, ഗുഡ് ഈവനിങ്. സംഭവ ബഹുലമായ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയായിരുന്നു ഈ വോട്ടെടുപ്പ് നടന്നത്. ഈ വോട്ടെടുപ്പിനിടെ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ നിരവധി തവണ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. പലതവണ സംഘർഷത്തിൽ ഈ വാക്കേറ്റം കലാശിക്കുകയും ചെയ്തു. പല സമയത്തും പോലീസ് നോക്കുകുത്തിയായി നിൽക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പോൾ ഈ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇവിടെ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. 36,000-ഓളം മെമ്പർമാരായിരുന്നു ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഉള്ളത്. ആ 36,000 പേരായിരുന്നു വോട്ട് രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. 3 മണി വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 7,900 പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളൂ. പോളിംഗ് ശതമാനം വളരെയധികം കുറവാണ്. പക്ഷേ കഴിഞ്ഞ തവണ 6,900 ആയിരുന്നു. പരമാവധി 4 മണി വരെയുള്ള കണക്ക് നോക്കിയാൽ 8,500 വരെ ഈ വോട്ടെണ്ണൽ 8,500 വരെ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ CPM-ന്റെ ഒരു നിഗമനം. ഈ കള്ളവോട്ട് ആരോപണവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായത്. കള്ളവോട്ട് ചെയ്തുവെന്ന് കോൺഗ്രസ് കള്ളവോട്ട് ചെയ്തുവെന്ന് CPM ആരോപിക്കുമ്പോൾ CPM കള്ളവോട്ട് ചെയ്തുവെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിനും അത് കയ്യാങ്കളിയിലും ഒടുവിൽ സംഘർഷത്തിലും കലാശിക്കുക വരെ എത്തി. അല്പസമയം മുമ്പ് വരെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള K പ്രവീൺകുമാറും കോഴിക്കോട്ടെ MP ആയിട്ടുള്ള MK രാഘവൻ MPയും ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അല്പസമയത്തിനകം അവർ മാധ്യമങ്ങളെ കാണും. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന കാര്യം. അത് ഔദ്യോഗികമായി തന്നെ അല്പസമയത്തിനുള്ളിൽ അവർ പ്രഖ്യാപിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാന പോരാട്ടമായിരുന്നു. വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ബാങ്കാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്. അപ്പോൾ ഈ ഇവിടുത്തെ നിലവിലെ ഭരണസമിതിയുമായി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായ ചില ഭിന്നതയാണ് ഇത്തരത്തിൽ വിമതരായി കോൺഗ്രസിനെ നിലവിലെ ഭരണസമിതിയെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതിന് CPM പിന്തുണ നൽകുകയായിരുന്നു. CPM-ന്റെ 100 കണക്കിന് പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ വോട്ടെടുപ്പ് നടക്കുന്ന പറയഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലെത്തിയത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വാക്കേറ്റവും സംഘർഷവും രാവിലെ തന്നെ ഉണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ വോട്ടെണ്ണലും ആരംഭിക്കും. രാത്രിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 മണിക്ക് ശേഷം കനത്ത മഴയായിരുന്നു. ഈ മഴയെ അവഗണിച്ചും ഈ പ്രവർത്തകർ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നതായിരുന്നു കാഴ്ച. ഒരു ഘട്ടത്തിൽ CPM പ്രവർത്തകരെ പോലീസ് ലാത്തി വീശി ഓടിക്കുന്ന സാഹചര്യത്തിൽ വരെ എത്തി. അത് CPM-ഉം പോലീസും തമ്മിലുള്ള വാക്കേറ്റത്തിലേക്ക് കലാശിച്ചു. CPM-ന്റെ പ്രവർത്തകർക്ക് ഈ സംഭവത്തിൽ ഈ ലാത്തി വീശലിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്താണെങ്കിലും സംഘർഷത്തിന്
നിലവിൽ അയവ് വന്നിട്ടുണ്ട്. അതിന് കാരണം കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിന്നും പിൻവാങ്ങിയതാണ്. അപ്പോഴും CPIM പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തമ്പടിച്ചു നിൽക്കുന്നു. ഇനി വോട്ടെണ്ണൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും പ്രവർത്തകർ എത്തുകയാണെങ്കിൽ അവരെ പറഞ്ഞയക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ വോട്ട് ചെയ്യാനെത്തിയ പല ആളുകളും തിരികെ പോകേണ്ട സാഹചര്യം കോൺഗ്രസ് ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ, വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്നുള്ള ആവശ്യമാണല്ലോ അവർ ഉന്നയിക്കുന്നത്. ഇതേ ആവശ്യം CPM ഉന്നയിക്കുന്നുണ്ടോ? ഇതിൽ രണ്ട് പാർട്ടികളും ഒരേ സ്വരത്തിൽ അത് തന്നെയാണോ ആവശ്യപ്പെടുന്നത്? പ്രവിത, നിലവിൽ CPIM നേതൃത്വം അത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടില്ല. കോൺഗ്രസ് നേതൃത്വമാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അത് അവർ 4:30 ഔദ്യോഗികമായി തന്നെ MK രാഘവൻ MPയും DCC പ്രസിഡന്റായിട്ടുള്ള പ്രവീൺ കുമാറും വാർത്താ സമ്മേളനം നടത്തി പറയും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ CPIMനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ കോൺഗ്രസിന്റെ വിമത പാനലിന് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത്. നിലവിലെ വിമത പക്ഷവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ തൃപ്തരാണ്. നിലവിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ തൃപ്തരാണ്. ഇനി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. CPIMന്റെ പരമാവധി വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. പരമാവധി 8500 വരെ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിൽ ഭൂരിഭാഗവും CPIMന്റെ വോട്ടുകളാണ് എന്നാണ് പറയുന്നത്. അതേസമയം കോൺഗ്രസിന്റെ കള്ളവോട്ട് ആരോപണം CPIM പിന്തുണ നൽകുന്ന കോൺഗ്രസിന്റെ വിമതപക്ഷം തള്ളുന്നുണ്ട്. CPIM കള്ളവോട്ട് ചെയ്തു എന്ന ആരോപണമാണ് അവർ തള്ളുന്നത്. അതേസമയം ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ഇതിലൊരു അതിശോക്തിയുണ്ട്, ഒരു വിരോധാഭാസമുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ കോൺഗ്രസിൽ തന്നെ ഉള്ള വിമത വിഭാഗം, അതിൽ CPMന് അവർ ഒരു വശത്ത് പിന്തുണ നൽകുന്നുമുണ്ട്, തിരിച്ചും അവർക്ക് പിന്തുണ ലഭിക്കുന്നു CPMന്റെ ഭാഗത്ത്. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിലെ കോൺഗ്രസിനകത്തുള്ള വിഭാഗീയതയ്ക്കുള്ള കാരണം യഥാർത്ഥത്തിൽ എന്താണ്? ഇതിൽ ഒരു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി തന്നെ അതിൽ ഇങ്ങനെ ഈ സമയത്ത് കോൺഗ്രസിനകത്ത് പ്രാദേശിക നേതൃത്വത്തിനിടയിൽ ഇങ്ങനൊരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ജില്ലാ നേതൃത്വം എന്ത് ഇടപെടലാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്? പ്രജിൻ, വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ബാങ്കായിരുന്നു ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ കയ്യിലുള്ള ബാങ്കായിരുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവുമായി ഉണ്ടായ വാക്കേറ്റത്തിന്റെ പുറത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ വർഷങ്ങളായി ഭരിക്കുന്ന ഈ കോൺഗ്രസ് ഭരിക്കുന്നതാണ്. അതിൽ ഇവിടുത്തെ നിലവിലെ പ്രസിഡന്റും DCC പ്രസിഡന്റും തമ്മിൽ ചില വാക്കേറ്റം ഉണ്ടായിരുന്നു. അതായത് സ്വതന്ത്രമായി ബാങ്കിന്റെ പ്രവർത്തനം നടത്താൻ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം അനുവദിക്കുന്നില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വിമതരായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ നിലവിലെ പാനലിലുള്ള മുഴുവൻ ആളുകളെയും കോൺഗ്രസ് പുറത്താക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ K. സുധാകരൻ കോഴിക്കോട് എത്തിയപ്പോൾ കണ്ടതാണ്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു വിവാദ പ്രസ്താവന K. സുധാകരൻ നടത്തിയത്. അതായത് വിമതരായി നിന്നുകൊണ്ട് മത്സരത്തെ നേരിടാനാണ് തീരുമാനമെങ്കിൽ നേരിടും എന്ന് തന്നെയാണ് അന്ന് K. സുധാകരൻ പറഞ്ഞത്. അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ആളുകൾ അവിടെ നിന്നും കോൺഗ്രസിൽ നിന്നും മാറിയ ശേഷം വിമതരായി നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതിന് പൂർണ്ണ പിന്തുണയുമായി CPIM നേതൃത്വം രംഗത്തെത്തുകയായിരുന്നു. 11 അംഗ പാനലാണ് ഉള്ളത്. ഇതിലേക്ക് 11 പേർ വിമത പക്ഷത്തു നിന്നും 11 പേർ ഔദ്യോഗിക പക്ഷത്തു നിന്നും ഒരു സ്വതന്ത്രനും 8 BJP അംഗങ്ങളും, അങ്ങനെ 31 പേരാണ് ആകെ ഭരിച്ചുകൊണ്ടിരുന്നത്. കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സർവീസ് സഹകരണ ബാങ്കാണ്. 100 കോടി രൂപയാണ് ഈ ബാങ്കിന്റെ ആസ്തി എന്ന് പറയുന്നത്. അത് മാത്രമല്ല 36,000-ഓളം അംഗങ്ങളുള്ള ഒരു ബാങ്ക് കൂടിയാണ് ചേവായി സർവീസ് സഹകരണ ബാങ്ക്. അങ്ങനെ സംഭവ ബഹുലമായ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 4:30 MK രാഘവൻ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവർ മാധ്യമങ്ങളെ കാണുന്നു അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക തീരുമാനങ്ങൾ, അവരുടെ നടപടികൾ ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ മാധ്യമ സമ്മേളനത്തിൽ പറയുമായിരിക്കും. ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ടോ, രാഹുൽ സുരേഷ് ഫുൾ നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. കാരണം അതിനിടയിൽ പറയുന്നൊരു കാര്യമാണ്, കോഴിക്കോടൊക്കെ ശക്തമായ മഴ അല്പസം മുൻപ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൻ്റെ പല ഇടങ്ങളിലായി മഴ ഉണ്ട് എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾക്ക് അല്പസമയം കഴിഞ്ഞ് എത്താം. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. രാഷ്ട്രീയ വാർത്ത അല്ലേ? അത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് പാലക്കാട് അടുത്തിരിക്കുകയാണ് ഇത്തരത്തിലൊരു മാറ്റം വരുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ കൈ പിടിച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യർ. അപ്പോൾ ഏറെ നാൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ BJP വിട്ടിരിക്കുന്നു. സന്ദീപ് വാര്യർ നേരെ പോകുന്നത് കോൺഗ്രസിലേക്കാണ്. പാലക്കാട്ടെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ
ത്രിവർണ്ണ ഷാൾ അണിയിച്ചാണ് സ്വീകരിച്ചത്. സ്നേഹത്തിന്റെ കടിയിലേക്ക് സന്ദീപിന് സ്വാഗതമെന്ന കോൺഗ്രസും BJP വെറുപ്പിന്റെ ഫാക്ടറി എന്ന് സന്ദീപ് വാര്യരും പ്രതികരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ തുടക്കത്തിൽ BJPയോട് ഇടഞ്ഞ സന്ദീപ് വാര്യർ എവിടേക്കെന്നതിൽ ഇന്ന് രാവിലെ വരെയും സസ്പെൻസ്. മുന്നിൽ വാതിലുകൾ തുറന്നിട്ട CPIM CPI പാളയത്തിലേക്കല്ല, കോൺഗ്രസിന്റെ കൈപിടിക്കാനായിരുന്നു സന്ദീപ് വാര്യരുടെ തീരുമാനം. ത്രിവർണ്ണ ഷാളണിഞ്ഞ് നേതാക്കൾക്കൊപ്പമിരുന്ന സന്ദീപ് വാര്യർ ഇനി താൻ കോൺഗ്രസ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങേറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പേറുന്നത്. സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. കോൺഗ്രസിന് ഇത് നല്ല ദിവസമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. സന്ദീപ് സ്നേഹത്തിന്റെ കടയിലേക്കെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. കോൺഗ്രസിന്റെ ഈ സഹന രാഷ്ട്രീയത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം വന്നത് നമ്മൾ അഭിമാനത്തോടെ നെഞ്ചിലേറ്റാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയം വിറ്റിട്ട് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ ജോയിൻ ചെയ്യാൻ സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിന്റെ മുൻനിരയിലെന്നാണ് നേതാക്കളുടെ പ്രഖ്യാപനം. എന്നാൽ സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശനത്തിൽ ഒളിയമ്പുമായി K മുരളീധരൻ. സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സന്ദീപ് വാര്യരുടെ എൻട്രി അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പിന്. സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിന്റെ വാര്യർ. സന്ദീപിന്റെ കടന്നുവരവ് പ്രത്യക്ഷത്തിൽ വലിയ മാറ്റമൊന്നും കോൺഗ്രസിൽ ഉണ്ടാക്കില്ലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിലെ പാർട്ടിയിലേക്കുള്ള കടന്നുവരവ് കോൺഗ്രസിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നതാണ്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പ്രജിൻ, ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സന്ദീപ് വാര്യർ പ്രചാരണം നടത്തിയത് BJPക്ക് വേണ്ടിയിട്ടാണ്. അതെ. ഇപ്പൊ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇനിയിപ്പോൾ കോൺഗ്രസിന് വേണ്ടിയാണ് സംസാരിക്കുക. അതെ, പാലക്കാട് കരുതി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി കരുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൊളിറ്റിക്കൽ സസ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിന് അപ്പുറത്താണ്. എന്തൊക്കെ വിഷയങ്ങൾ പാലക്കാട് മാത്രം, ആ പാലക്കാട് മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് മാത്രം, അല്ലെങ്കിൽ ഒരുപക്ഷെ പാലക്കാട് നഗരത്തിൽ മാത്രം ഉണ്ടായ നാടകീയ സംഭവങ്ങൾ, ഓരോ ദിവസവും പുതിയ സംഭവങ്ങൾ. ഏറ്റവും ഒടുവിൽ ഈ ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് അത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകുമോ എന്നായിരുന്നു നമ്മുടെ ഇത്രയും നാളത്തെ ഒരു ചോദ്യം. പക്ഷേ അതിനും ഉത്തരമായിരിക്കുന്നു ഒരുപക്ഷെ വയനാടും ചേലക്കരയും കഴിഞ്ഞിട്ടുള്ള തീരുമാനമാകട്ടെ എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അത്രയധികം അദ്ദേഹം വെയിറ്റ് ചെയ്തത് ആണോ എന്നൊക്കെ നമുക്കിനി വരും മണിക്കൂറുകളിൽ അറിയാം എന്ന് കൂടി പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്ത റിപ്പോർട്ട് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടാണ്. ഇന്ന് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രവേശന വേദിയിൽ സന്ദീപ് വാര്യർ വന്നപ്പോൾ അവിടെയും കുറേ നാടകീയത നിറഞ്ഞു നിന്നു തന്നെ പറയാം. കാരണം ഈ TV ചർച്ചകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്ദീപ് വാര്യരെ കണ്ടിട്ടുള്ളത്. BJPക്ക് വേണ്ടി ഘോരഘോരമായി പ്രസംഗിക്കുന്ന, നിരവധി വാദമുഖങ്ങൾ നിരത്തുന്ന, ഫാക്ടുകൾ വെച്ച് സംസാരിക്കുന്ന ഒരു അതെ ഒരു ഡിബേറ്റർ ആണെന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ആ TV ചർച്ചകളിൽ ഏറ്റുമുട്ടിയ കോൺഗ്രസ് നേതാക്കൾ സന്ദീപിനെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നാണ് വേദിയിലേക്ക് ക്ഷണിച്ചത്. കാവിഷാൾ മാറ്റി ത്രിവർണ്ണ ഷാൾ അണിഞ്ഞ സന്ദീപ് വാര്യർ കെട്ടിലും മട്ടിലും ഇപ്പോൾ കോൺഗ്രസുകാരനായി മാറി. രാവിലെ 11 മണിയോടെ പാലക്കാട്ടെ UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിർണായക രാഷ്ട്രീയ നീക്കത്തിന് വേദിയൊരുങ്ങി. അവിടേക്ക് AICC ജനറൽ സെക്രട്ടറിയും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അപ്രതീക്ഷിത വരവ്. അപ്പോഴേക്കും സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന വാർത്തകളും പുറത്തുവന്നു. BJPയുടെ വർഗീയതയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. ശബരിമല പോലും സംഘർഷഭൂമിയാക്കി മാറ്റാൻ സംഘപരിവാർ ശ്രമിച്ചു. ഇതിന്റെ ഇടയിൽ എത്രയോ വർഷക്കാലത്തെ, നൂറുകണക്കിന് വർഷക്കാലത്തെ. ഈ സമയം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് പുറത്ത് സന്ദീപ് വാര്യരുടെ വരവ്. ഇടം വലം നിന്നതാകട്ടെ TV ചർച്ചകളിൽ സന്ദീപുമായി ഏറ്റുമുട്ടിയ ജ്യോതികുമാർ ചാമക്കാലയും ബിന്ദു കൃഷ്ണയും ഉൾപ്പെടെയുള്ളവർ. VD സതീശന്റെ വാർത്താ സമ്മേളനത്തിനിടെ വേദിയിലെത്തിയ സന്ദീപിനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച നേതാക്കൾ. ത്രിവർണ്ണ ഷോൾ അണിയിച്ച് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും. സൗഹൃദം പങ്കിട്ട് നേതാക്കൾ. വാക്കിലും നോക്കിലും കോൺഗ്രസായി സന്ദീപ് വാര്യർ. സംഘപരിവാർ ആശയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ അംഗത്വം നേടിയിട്ടുള്ളത്. എങ്ങനെയാണ് കോൺഗ്രസ് നിന്നുകൊണ്ട് സംഘപരിവാർ ആശയത്തിനെ പിന്തുണയ്ക്കാൻ സാധിക്കുക?
അത് പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ രംഗാണ് ഇപ്പോൾ. ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലെത്തിയ ഡോക്ടർ പി സരിൻ, BJP വിട്ട് കോൺഗ്രസായ സന്ദീപ് വാര്യർ. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കേരളം നാടകീയതകൾ കൊണ്ടും സമ്പന്നം. ന്യൂസ് ഡെസ്ക് 24. പഠിക്കാൻ പ്രായമുണ്ടോ പ്രസന്റ്? ഒരിക്കലുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം. ഏത് ക്ലാസ്സിൽ പഠിക്കാം? ഏത് ക്ലാസ്സിലും പഠിക്കാം. അതാണ് നമ്മുടെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ ജയിച്ച നടൻ ഇന്ദ്രൻസ് ഇനി 10ാം ക്ലാസ് പാസ്സാകാനുള്ള തയ്യാറെടുപ്പിലാണ്. സാക്ഷരതാ മിഷന്റെ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്കുള്ള പരിശീലനം ഇപ്പോഴേ ഇന്ദ്രൻസ് തുടങ്ങിക്കഴിഞ്ഞു. പ്രാരാബ്ദം കാരണം ചെറുപ്പത്തിൽ മുടങ്ങിപ്പോയതാണ് ഇന്ദ്രൻസിന്റെ സ്കൂൾ വിദ്യാഭ്യാസം. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സാവണമെന്ന മോഹമുദിച്ചത് വളരെ വൈകി. പിന്നീട് ഒട്ടും സമയം കളയാതെ അതിനായുള്ള ശ്രമം തുടങ്ങി. 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഇന്ദ്രൻസിന് സാക്ഷരതാ മിഷൻ നടത്തുന്ന 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ആദ്യ കടമ്പയായ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ വിജയിച്ചു. 500-ൽ 297 മാർക്ക് വാങ്ങിയാണ് 68ാം വയസ്സിൽ ഇന്ദ്രൻസിന്റെ വിജയം. സാധിക്കില്ല എന്ന് കരുതുന്നതിനെ സാധ്യമാക്കിയ സന്തോഷമാണ് ഇന്ദ്രൻസിന്റെ മനസ്സ് നിറയെ. കിട്ടാത്തതൊക്കെ കിട്ടൂല എന്നൊക്കെ തോന്നുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ. പഠിക്കാൻ ഒന്നും പറ്റിയില്ല. അത് മാറ്റി എന്നെ ഒന്ന് ധൈര്യമായിട്ട് നേരെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ഞാൻ ചെറിയ പ്രായമല്ലോ, 7ൽ എഴുതിയുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ മറന്നു. വലിയ സന്തോഷമാണ്. വലിയ സന്തോഷം. ഇന്ദ്രൻസ് പഠനം അവസാനിപ്പിക്കുന്നില്ല. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ വിജയിക്കാൻ ഇപ്പോഴേ ശ്രമം ആരംഭിച്ചു. ഹിന്ദി പാസ്സാവാൻ ട്യൂഷൻ തന്നെയേ മാർഗമുള്ളൂ എന്നും ഇന്ദ്രൻസ് പറയുന്നു. 10 എഴുതാൻ തന്നെയാണ് പോയത്. അപ്പോഴാണ് 7 ഒരു നിയമസാധ്യതയൊക്കെ പറഞ്ഞു. 7 കഴിഞ്ഞാലേ അങ്ങനെ ചെയ്യാൻ പാടും. അപ്പൊ ഇത് എഴുതി. അത് നന്നായി. കുറച്ചും കൂടെ എനിക്ക് തയ്യാറെടുക്കാൻ പറ്റി. ഇത് നന്നായിട്ട് ട്യൂഷനൊക്കെ പോയി ഹിന്ദിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് 10 എഴുതും. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ സ്കൂളിലാണ് ഇന്ദ്രൻസ് 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയത്. കൂടെ പരീക്ഷ എഴുതിയ 1483 പേർ പാസ്സായി. 24 തിരുവനന്തപുരം. അപ്പോൾ ഇന്ദ്രൻസിലാണ് കണ്ടോ, എല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് അല്ലേ. 10ാം ക്ലാസ് പരീക്ഷ ആദ്യം അതിൻ്റെ സാധ്യത എഴുതാൻ അന്വേഷിച്ചപ്പോൾ അല്ല 7ാം ക്ലാസ് പാസ്സാവണം അതിനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, അത് എഴുതാം ആദ്യം എന്ന് പറഞ്ഞു. അതൊക്കെയാണ് അല്ലേ ഒരു സ്പിരിറ്റാണ്. അപ്പോൾ ഇതൊരു എന്താ എൻകറേജ്മെന്റ് ആവട്ടെ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അതിപ്പോൾ സ്കൂളെന്നല്ല, ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തേണ്ടി വന്ന നിങ്ങൾക്കിപ്പോൾ ഈ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കാണെങ്കിലും ഇതൊരു പ്രചോദനമാകട്ടെ. ഇപ്പോൾ പ്രത്യേകിച്ച് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനൊക്കെ നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റുമല്ലോ. മാത്രമല്ല അദ്ദേഹം ഒരു പ്രൊഫഷണൽ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റോളുകൾ ചെയ്യുന്നു. ഏറ്റവും തിരക്കുള്ളൊരു നടനായിട്ട് കൂടി അദ്ദേഹം ഈ പറയുന്നത് പോലെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ സമയം കണ്ടെത്തുന്നു, പഠിക്കാൻ സമയം കണ്ടെത്തുന്നു. ഇതിപ്പോൾ ട്യൂഷൻ വേണ്ടി വരും എന്നത് അടക്കം അദ്ദേഹം പറയുമ്പോൾ അവർക്കാകുമെങ്കിൽ നമുക്കുമാകും ആവണം നല്ലതാണ്. ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോകാം. ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായം പ്രഖ്യാപിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ. അപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. LDFും UDFും ഹർത്താലിനെ പിന്തുണയ്ക്കുമെന്ന് ദുരന്തബാധിതരുടെ ജനകീയ സമിതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും BJP സംസ്ഥാന നേതൃത്വവും. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള സഹായത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത സമീപനമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. SDRF ഫണ്ട് വയനാട്ടിൽ ചെലവഴിക്കാൻ കേന്ദ്രം രേഖാമൂലം ഉത്തരവ് നൽകാൻ തയ്യാറുണ്ടോയെന്നും കെ രാജൻ. ഇപ്പോൾ SDRFൽ പണമുണ്ടെന്ന് വാദിക്കുന്ന മന്ത്രിമാർ ആ പണം ഉപയോഗിച്ച് ചൂരൽമലയിലെ ദുരന്തമനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനോ അവരുടെ നഷ്ടം നികത്താനോ അവർക്കുണ്ടായ പ്രതിസന്ധിയെ മറികടക്കാനോ ചെലവഴിക്കാം എന്ന് രേഖാമൂലം കേരളത്തിനൊരു മറുപടി തന്നാൽ പിന്നെ പ്രയാസം ഉണ്ടാകില്ല. ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാലും കേന്ദ്ര സർക്കാർ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സഹായം നൽകണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാലും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ പുനരധിവാസത്തിനും ആവശ്യമായ അവരുടെ കടം എഴുതിത്തള്ളുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രം സഹായിക്കണം. കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട കാര്യമാണ്. അത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് മാത്രമല്ല 3 മാസമായിട്ടും ഒരു നയാ പൈസ സഹായമായിട്ട് അനുവദിച്ചില്ല എന്നുള്ള ഏറ്റവും ശക്തിയായ കേരളത്തിന്റെ പ്രതിഷേധമാണ്. ഉരുൾപൊട്ടൽ ബാധിതരോടുള്ള കേന്ദ്ര സർക്കാർ സമീപനം കൊടും ക്രൂരതയെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ. LDF UDF ഹർത്താലിനൊപ്പം നിൽക്കുമെന്ന് ദുരന്തബാധിതരുടെ ജനകീയ സമിതി. ഈ ഹർത്താലിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ്. കാരണം LDFും UDFും ചേർന്നിട്ട് ഇങ്ങനൊരു ഹർത്താൽ അപൂർവമാണ്. അത്രയും ഈ പ്രയാസം നേരിടുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹർത്താൽ. അതേസമയം കേന്ദ്രത്തെ ന്യായീകരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. Prime Minister has given an assurance that because of the constraint on resources,
rehabilitation work will not be allowed to be affected. We should believe that. I would rather believe the Prime Minister, who has said publicly that because of the money, rehabilitation work will not be allowed to be affected. കേരളത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് കേന്ദ്രത്തെ പഴിചാരിയിട്ട് കാര്യമില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതികരിച്ചു. വെറുതെ നുണ പറയുന്നതിന് നിങ്ങൾ എന്തിനാണ് കൂട്ടുനിൽക്കുന്നത്? ഒരു പൈസ കൊടുത്തില്ലെന്ന് ആര് പറഞ്ഞു? 1000 ചില്ലുവാനം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കയ്യിലുണ്ട്. 24 വയനാട്. വയനാട്ടിലെ LDF UDF ഹർത്താലിനെ പിന്തുണച്ച് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച നൈസമോളുടെ കുടുംബം സഹായം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും നൈസമോളുടെ മാതാവ് ജസീല 24-നോട് പറഞ്ഞു. പ്രധാനമന്ത്രി ചേർത്തു പിടിച്ച കുഞ്ഞാണ് നൈസമോൾ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നുള്ള നിലപാട് വന്നതോടെ ഈ കുടുംബത്തിനും ചിലത് പറയാനുണ്ട്. അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്തായിരുന്നു പ്രധാനമന്ത്രി വന്നിരുന്നത്. വന്നപ്പോൾ ഒരു സന്തോഷവും സമാധാനമൊക്കെ തോന്നി. എന്തായാലും നമ്മളെ സഹായിക്കുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുക. സഹായിക്കുന്ന നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒന്നും ആവാതെ നിൽക്കുകയാണ്. ഇപ്പോൾ 1 വർഷമാണ് ഇപ്പോൾ ഇവർ എല്ലാവർക്കും ഈ മാറി താമസിച്ചവർക്കൊക്കെ വാടക പറഞ്ഞിട്ടുള്ളത്. ഇനി ഇപ്പം 3 മാസം കഴിയാൻ 4 മാസം ആവാനായി. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഞങ്ങൾ പിന്തുണക്കും. ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്തായാലും ഹർത്താൽ ഉണ്ടാകണം. അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ പോയാൽ അപ്പോൾ എത്രയും ആൾക്കാരാണ് വയ്യാതാരായി കിടക്കുന്നത്. അവർക്കൊരു ജീവിതമാർഗം വേണ്ടേ, ഒരു വീട് വേണ്ടേ? ഇതിപ്പോൾ എന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നാണ് പറയാനുള്ളത്. പാപ്പാനെ കിട്ടാണ്ട്, കുട്ടീൻ്റെ പാപ്പാനെ കിട്ടിയിട്ടില്ല. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടോളം മൂത്താപ്പാൻ്റെ 2 മക്കളെ കിട്ടാണ്ട്, ചെറിയ മക്കളാണ്, വരെ കിട്ടിയിട്ടില്ല. ഇത് DNA ടെസ്റ്റ് ഇന്നുണ്ട് നാളെ ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ ഒരു ഇതുണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകണം. എങ്കിലല്ലേ അവർക്ക് കിട്ടാനുള്ള സഹായങ്ങൾ കിട്ടുള്ളൂ. ഒരു മരണ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വരെ അത് എന്തെങ്കിലും തീരുമാനമാകണം. അതുകൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ച് അതൊന്ന് തീരുമാനമായി കിട്ടണം. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് ജീവിക്കണ്ടേ, അതിനുള്ളൊരു മാർഗം അത് ഒന്നല്ലെങ്കിൽ തിരഞ്ഞ് അതിൻ്റെ DNA ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള സഹായങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞ് മുന്നേയും രാഹുൽ ഗാന്ധി വരൊക്കെ വന്നു, അതൊന്നും മുന്നോട്ടില്ല. പ്രധാനമന്ത്രിൻ്റെ ആണ് മുന്നോട്ടുള്ളത്. അതാ മൂപ്പരെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും തരണ്ടേ, മന്ത്രിയെങ്കിലും നമുക്ക് എന്തെങ്കിലും തരണ്ടേ. അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കണ്. അപ്പം നമുക്ക് സമരത്തിന് പോകണം. ശക്തമായി തന്നെ സമരം നടക്കണം. കേന്ദ്ര സർക്കാരിൽ നിന്നും അർഹമായ ധനസഹായം ലഭ്യമാകണമെന്നാണ് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനാൽ തന്നെ ഹർത്താലിനെ പിന്തുണയ്ക്കുമെന്ന് നൈസമോളുടെ കുടുംബവും വ്യക്തമാക്കുന്നു. മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിലെടുത്ത കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് ഈവനിങ്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. കേസെടുത്ത് എത്ര ദിവസം കഴിയുമ്പോഴാണ് ഈ കുറ്റപത്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത്? നേരത്തെ നടി ഉയർത്തിയ പരാതികളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ ഈ കുറ്റപത്രമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രജിൻ, കേസെടുത്തത് ഓഗസ്റ്റ് 26-ാം തീയതിയാണ്. 26-ാം തീയതിക്ക് ഇപ്പുറം ഈ നവംബർ 16-ാം തീയതിയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 80 ദിവസത്തോട് അടുക്കുന്ന ഘട്ടത്തിലാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും ആദ്യത്തെ കേസ്, അതായത് അവരുടെ SIT അന്വേഷിച്ച ഏറ്റവും ആദ്യത്തെ കേസാണ് രഞ്ജിത്തിൻ്റെ കേസ്. ആ കേസിൽ തന്നെ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്കായി എന്നുള്ളതാണ്
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കുറ്റപത്രങ്ങൾ സമർപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. രഞ്ജിത്തിനെതിരെ പശ്ചിമബംഗാൾ നടിയാണ് പാലേരി മാണിക്യം സിനിമ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് അവരോട് മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി വർഷങ്ങൾക്കിപ്പുറം രഞ്ജിത്തിനെതിരെ പരാതി നൽകിയത്. ആദ്യം അവർ ഒരു ആരോപണം 24ലൂടെയാണ് ഉന്നയിച്ചത്. പിന്നാലെ രഞ്ജിത്ത് അത് നിഷേധിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവർ ഒരു പരാതിയുമായി എത്തുകയായിരുന്നു. കൊച്ചി DCPക്കാണ് പരാതി നൽകിയത്. പരാതി പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. രഞ്ജിത്തിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. ബംഗാളി നടിയുടെ മൊഴി രേഖപ്പെടുത്തി, സാക്ഷികളായ ജോഷി അടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി. അങ്ങനെ വിശദമായ അന്വേഷണം എല്ലാ കോണിൽ നിന്നും നടത്തിയ ശേഷമാണ് രഞ്ജിത്തിനെതിരെ നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ വിചാരണ നടപടികളിലേക്ക് കടക്കും. രഞ്ജിത്തിനെതിരെ 354, 509 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. നേരത്തെ രഞ്ജിത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. അതുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനി കടക്കില്ല, വിചാരണ നടപടിയിലേക്കായിരിക്കും കടക്കുക. പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ കേസന്വേഷണങ്ങൾ ഏറ്റെടുത്ത് ആദ്യ കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇനി മുകേഷുമായി ബന്ധപ്പെട്ട കേസും ജയസൂര്യയുമായി ബന്ധപ്പെട്ട കേസും സിദ്ദിഖുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ ഉണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കുറ്റപത്രങ്ങൾ, പ്രത്യേകിച്ച് മുകേഷ് അടക്കമുള്ള കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. നേരത്തെ ഈ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ അടക്കം, അന്ന് അക്കാദമി ചെയർമാനായിരുന്നു രഞ്ജിത്തിനെതിരെ വലിയ സംരക്ഷണം ഒരുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിലെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷണം ശരിയായ ദിശയിൽ നടത്തി രഞ്ജിത്തിനെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി ആ കുറ്റപത്രത്തിൽ എന്തെല്ലാമാണ് എന്നുള്ളതാണ് പുറത്തു വരാനുള്ളത്. അതും വരും മണിക്കൂറിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ, നമുക്ക് കുറുവ സംഘവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോകാം അല്ലേ? കുറുവ പേടിയിൽ നാട്. അപ്പോൾ കുറുവ സംഘം അത് വെറുതെ ഒരു പേരല്ല, അതുണ്ട്. അത് ആലപ്പുഴ, മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും ഒക്കെ എത്തിയിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. 2 സ്ഥലങ്ങളിൽ ഈ മോഷണത്തിന് എത്തിയ പ്രതികളിൽ ഒരാളുടെ ചിത്രവും പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിലെ ശക്തമായ അന്വേഷണങ്ങൾക്കിടയിലും ഇന്ന് പുലർച്ചെയും കുറുവ സംഘത്തിന്റെ സാന്നിധ്യം പലയിടത്തും ഉണ്ടായി എന്നുള്ളതാണ് ആളുകളെ ഭീതിയിൽ ആഴ്ത്തുന്നത്. അതേസമയം തന്നെ ആലപ്പുഴക്കാരുടെ ഉറക്കം കെടുത്തുന്ന ഈ കുറുവ സംഘമുണ്ട്. അതേ അന്വേഷിച്ച് നമ്മൾ അവരെ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ പോലീസ് സംഘവും പോലീസ് ഡയറി സംഘവും പുറപ്പെട്ടിരുന്നു. രാത്രി വൈകിയും പോലീസിനൊപ്പം ചേർന്ന് ചെറുവടികളും കമ്പുകളുമായി നാട്ടുകാരും ഈ കുറുവ സംഘത്തിനായുള്ള തെരച്ചിലാണ്. അപ്പോൾ ആകെ മൊത്തത്തിലൊരു ഭീതി ആ മേഖലയിലുണ്ട്. പോലീസ് പറയുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും, ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ടെന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും നാട്ടുകാരുടെ ആ പേടി അങ്ങോട്ട് മാറുന്നില്ല. കാരണം ഇവർ അക്രമകാരികളാണ് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആരെങ്കിലും മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ മോഷണത്തിനായി എന്തും ചെയ്യാൻ മടിക്കില്ല ഇവരെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ എന്തായാലും തിരച്ചിലിനോടൊപ്പം നാട്ടുകാർ തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തിരച്ചിലിനോടൊപ്പം 24 സംഘവും ചേർന്നു. കുറുവയെ തേടിയുള്ള ആ യാത്രയിലേക്കാണ് ഇനി. കുറുവയെ പിടിക്കാൻ കടുവകയാകുകയാണ് കേരള പോലീസ് മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ നാട്ടുകാരും സംഘങ്ങളായി തിരിഞ്ഞ കുറുവക്കായൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇരുട്ടിന്റെ മറവിൽ എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താവുന്ന സംഘത്തെ തേടി നാട്ടുകാരും പോലീസും ഒരുപോലെ ഇറങ്ങിയിരിക്കുന്നു. ഒക്ടോബർ 29 മണ്ണഞ്ചേരിയിൽ നടന്ന ആദ്യ മോഷണം. CCTVയിൽ നിന്ന് കുറുവ സംഘമെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത് മുതൽ ആലപ്പുഴയിലെ ജനങ്ങളുടെ ഉറക്കം കേട്ടുമാത്രം അറിയുന്ന ക്രൂര മോഷണ സംഘം ഏത് സമയവും അവരുടെ മുന്നിലേക്കും വരാം. സമ്പന്നരെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ എവിടെയും ഇരച്ചുകയറി ഉള്ളതെടുത്തു കൊണ്ടുപോകുന്ന മോഷണ സംഘം. ആ ഭീതിയിൽ നിന്ന് കരകയറാൻ കുറുവയെ പിടികൂടുക എന്നുള്ളത് മാത്രമാണ് പോംവഴി. പോലീസിൽ മാത്രം ഭാരമേൽപ്പിക്കാതെ നാട്ടുകാരെയും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പുറത്തിറങ്ങി തിരയാൻ പ്രേരിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. മഴ തോർന്ന മണ്ണിൽ ചവിട്ടി കാടും മേടും താണ്ടി തിരച്ചിലാണ് മണ്ണഞ്ചേരി പുന്നപ്ര മേഖലയിലുള്ളവർ. തടയുന്നവരെ ആയുധങ്ങൾ ഉപയോഗിച്ച ക്രൂരമായി മുറിവേൽപ്പിക്കുന്ന കുറുവയെ നേരിടാൻ മരക്കമ്പും വടിയുമാണ് സ്വയം പ്രതിരോധത്തിന്.
പട്രോളിംഗ് ശക്തമാക്കി നാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും കുറുവയെ തേടി പോലീസും. ബഹുമാനപ്പെട്ട SP സാറിന്റെ നിർദ്ദേശപ്രകാരം പല ടീമുകളായിട്ട് പെട്രോളിംഗ് ടീമുകളായിട്ട് തിരിഞ്ഞ് സ്റ്റേഷനിലെ പോലീസുകാരെ പല ബൈക്കിലായിട്ടും അതുപോലെ തന്നെ മഫ്തിയിലുമൊക്കെ ആയിട്ട് നാട്ടുകാരുടെയും കൂടെ സഹായത്തോടെ പെട്രോളിംഗ് അവരുടെ റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്, അവരുടെയും കൂടെ സഹായത്തോടു കൂടി പല ടീമുകളായിട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. മണിക്കൂറുകളോളം നാട്ടുകാർക്കും പോലീസിനുമൊപ്പം 24 സംഘം നടത്തിയ യാത്ര പുലർച്ചെ 4 മണിയോടെ അവസാനിച്ചു. ആലപ്പുഴക്കാർക്ക് കുറുവയെ പേടിക്കാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന രാത്രികൾ അധികം ദൂരത്തല്ലെന്ന വിശ്വാസത്തിൽ കുറുവ സംഘത്തെ കേരള പോലീസിലെ കടുവകൾ പിടികൂടുമെന്ന പ്രതീക്ഷയിൽ. ക്യാമറാമാൻമാരായ ഷിബിനും സുമിത്തിനുമൊപ്പം സുഹൈൽ മുഹമ്മദ്, മനീഷ് മഹിബാൽ, ആലപ്പുഴ. ഒരുപാട് കമന്റുകളുണ്ട്. ബിജേഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് പറയുന്നു, കുറുവ നല്ല അരിയല്ലേ പ്രജന എന്ന് പറയുന്നു. കുറുവ നല്ല അരിയാണ്, പക്ഷേ ഇത് കുറുവ സംഘം. അപ്പോൾ ഈ ചിരി കാണില്ല വിജേഷേ, ഒന്ന് പേടിക്കേണ്ടതുണ്ട് കുറുവ സംഘത്തെ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറുവ സംഘമാണെന്നൊക്കെ പോലീസിന് നമുക്കൊക്കെ മനസ്സിലായത് എങ്ങനെയാ? എറണാകുളത്ത് കുറുവ സംഘ ഭീതി ഉയർന്നതോടെ എങ്ങനെയാണ് മനസ്സിലായത്? അതായത് അതാ പറഞ്ഞ എറണാകുളത്തും സമീപ പ്രദേശങ്ങളിലും സമീപ ജില്ലകളിലുമൊക്കെ ഇവരുടെ CCTV പ്രധാനമായും ലഭിച്ചു. അതാണ് CCTV ഫുട്ടേജ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ രക്ഷിച്ചത് CCTVയിലാണെന്ന് പറയാം. അപ്പൊ എന്തായി, ഡിമാൻഡ് കൂടിയിട്ടുണ്ട് ആരുടെ? CCTV. അതാണ്. അത്തരം ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. എന്തായാലും ആലുവയിൽ ഇന്നലെ മാത്രം വിറ്റുപോയത് 10-ലധികം ക്യാമറകളാണ്. അഡ്വാൻസ് CCTV ക്യാമറകൾക്കാണ് ആവശ്യക്കാർ ഏറെയും. അപ്പോൾ YS അഭിനന്ദിതമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അതിലേക്ക്. സംസ്ഥാനം കുറുവ സംഘ ഭീതിയിലാണ്. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം നോർത്ത് പരവൂരിലും കുറുവ സംഘമെന്ന് സംശയിക്കുന്ന ആളുകളുടെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്നത് CCTV ഉപഭോക്താക്കളുടെ എണ്ണം കൂടിയോ എന്നതാണ്. കുറുവ സംഘ ഭീഷണി ഭയങ്കരമായി വർദ്ധിച്ചു വരികയാണ്. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളത്തും അതിൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ്. അപ്പോൾ ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ CCTV ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചോ? അതെ, തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് ഇതേപോലുള്ള ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ട്. നമുക്കറിയാം, മുൻകാലങ്ങളെല്ലാം ഏകദേശം ഞാൻ ഇപ്പോൾ ഒരു ഫീൽഡ് 10 വർഷത്തോളമായി. മുൻകാലങ്ങളിൽ വളരെ ഇപ്പോൾ CCTV സാധാരണ ബാങ്ക് അതേപോലെ ഫ്ലാറ്റുകളിൽ മാത്രമാണ് CCTVയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ചെറുകിട ഷോപ്പുകളാണെങ്കിലും വീടുകളാണെങ്കിലും നമ്മൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെയായിട്ട് പല വർക്കുകളും ഇപ്പോൾ എനിക്ക് ഈ ഒരാഴ്ചത്തേക്കുള്ള വർക്കുകൾ ഓൾറെഡി ബുക്കഡാണ്. കാരണം ജനങ്ങൾക്ക് ഒരുപാട് ഭീതിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സഹായിക്കുന്ന ആകെ ഒരു മീഡിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ CCTV മാത്രമാണ്. ജനങ്ങൾക്കൊരു പരിഭ്രാന്തിയുള്ള ഒരു അവസ്ഥയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ CCTV തീർച്ചയാണ്. കാരണം ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ പോലും ഇപ്പോൾ പോലീസ് വന്നാൽ പോലും അവർ ആദ്യം നോക്കുന്നത് CCTV ആണ്. അപ്പോൾ അവർക്ക് ഒരു പേടിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ CCTV മാറി. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ഒരുപാട് CCTV ഇപ്പോൾ സാധാരണക്കാരിലും സാധാരണ ഒരു നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഒരു 50,000 രൂപ റേഞ്ച് വന്ന ഒരു CCTV ഇപ്പോൾ ഏകദേശം ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 4 ക്യാമറ, അത് ഒരുപാട് ഫെസിലിറ്റിയോട് കൂടിയുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ ഡിറ്റക്ഷൻ, വെഹിക്കിൾ ഡിറ്റക്ഷൻ, അതേപോലെ അലാം സിസ്റ്റം എല്ലാം ഇപ്പോൾ ക്യാമറകളുണ്ട്. പറവൂരിൽ നിന്നും മറ്റേ അത്താണി ഭാഗങ്ങളിൽ നിന്നും ആലുവ ഭാഗങ്ങളിൽ നിന്നും ഏകദേശം ഒരു 10-15ഓളം വർക്കുകൾ എനിക്കിപ്പോൾ ഇതുമായി സംബന്ധിച്ച് ആ ഒരു ഭീതിയോടുകൂടി എനിക്ക് വർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് വ്യക്തമാക്കുന്നത്. കുറുവ സംഘ ഭീഷണിയെ തുടർന്ന് CCTV ഉപഭോക്താക്കളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പറവൂർ, ആലുവ, അത്താണി ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ ദരിദ്രരെന്നോ ധനികരെന്നോ വ്യത്യാസമില്ലാതെ CCTV ആവശ്യത്തിനായിട്ട് മുന്നോട്ട് വരുന്നത്. കൊച്ചിയിൽ നിന്നും VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24. യെസ്, അപ്പോൾ അതാണ് CCTVകൾ വെക്കുന്നത് ഈ ഇതിലൊക്കെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. കൃത്യമായി അവരെ ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ ഇപ്പോൾ പോലീസ് പോലും ആശ്രയിക്കുന്നത് CCTVകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ ന്യൂസിന് സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇന്നിപ്പോൾ വൈകിട്ട് 6 മണിക്ക് അടർക്കളം നടക്കുന്നുണ്ട് പാലക്കാട്. എന്താണ് പാലക്കാട് അവസാന മണിക്കൂറുകളിലേക്ക്, ഇലക്ഷൻ്റെ അവസാന മണിക്കൂറിലേക്ക് വരുമ്പോൾ എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം മാറി മാറി മറിയുന്നുണ്ട്. അത് ഇന്ന് ചർച്ച ചെയ്യുന്നു. ശ്രീകണ്ഠൻ നായർ, നമ്മുടെ ചീഫ് എഡിറ്റർ തന്നെ അടർക്കളത്തിൽ അവിടെ എത്തുന്നുണ്ട്. വൈകിട്ട് 6 മണിക്കാണ് പരിപാടി, അല്ലേ? എല്ലാ പ്രേക്ഷകരെയും പാലക്കാട് നടക്കുന്ന ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും എക്സ്പോ നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ ഇന്നലെ തന്നെ ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു SK എന്നാണ് വരുന്നത്. അപ്പോൾ SK ഇപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ 6 മണിക്ക് പ്രേക്ഷകർ മറക്കാതെ അവിടേക്ക് എത്തുക. അവിടെ നല്ല എന്താ പറയുക, ചൂടുള്ള ചർച്ച, രാഷ്ട്രീയ സംവാദം നടക്കുന്നുണ്ടാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും 4 മണിക്ക് കൂടുതൽ വിശേഷങ്ങളും പുതിയ കഥകളുമായി എത്താം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഇനി ആ മണിക്കൂറുകൾ നല്ലതായി മാറട്ടെ.